നമസ്കാരം. 2025 സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ മികച്ച ഫോമിലാണ് മുംബൈ ഇന്ത്യൻസ് താരം രോഹിത് ശർമ്മ. അത് പറഞ്ഞേ മതിയാകൂ എന്ന് എല്ലാവരും പറയുന്നു. അദ്ദേഹം ഫോം ഔട്ട് ആണെന്നും അദ്ദേഹത്തിന് വയസ്സായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി പേർ അദ്ദേഹത്തിനെതിരെ വരുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഈ ഒരു ഫോമിനെ കുറിച്ച് പറഞ്ഞേ മതിയാകൂ. 10 കളികളിൽ നിന്ന് 32.56 ബാറ്റിംഗ് ശരാശരിയിലാണ് അദ്ദേഹം ഇപ്പോൾ നിർത്തി നിൽക്കുന്നത്. അതിൽ 293 റൺസാണ് ഇതുവരെ രോഹിത് നേടിയിട്ടുള്ളത്. 3 അർദ്ധ സെഞ്ചുറികളും താരം നേടിക്കഴിഞ്ഞു. അത് നല്ലൊരു ഫോം തന്നെയാണ്. അദ്ദേഹത്തിന്റെ ടീമിൽ മികച്ചതായി കളിക്കുന്ന കളിക്കാരിൽ അദ്ദേഹത്തിന്റെ പേര് 1-ാം നമ്പറിൽ തന്നെയുണ്ട്. രോഹിത് നൽകുന്ന മികച്ച തുടക്കങ്ങൾ മുംബൈ ഇന്ത്യൻസിന്റെ കുതിപ്പിന് നിർണായകമാകുന്നു എന്ന് പറയാം. നല്ലൊരു തുടക്കം കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ബാറ്റർമാർക്കായാലും നന്നായി കളിക്കാൻ സാധിക്കുമെന്ന് ക്രിക്കറ്റിന്റെ ചരിത്രം തന്നെ തെളിയിച്ചിട്ടുള്ളതാണ്. നല്ല തുടക്കമില്ലാതെയും കളി ജയിപ്പിച്ചവരുണ്ട് എന്ന് പറയുമ്പോഴും തുടക്കം കൊടുക്കാൻ വളരെയധികം പ്രയാസമാണ് എന്ന് പറയുന്നു. അതേസമയം ബാറ്റിംഗിൽ ടീമിന്റെ പ്രധാനിയായി രോഹിത് ശർമ്മയും പ്രധാനമായും ഇമ്പാക്ട് പ്ലെയർ കൂടിയാണെന്ന് പറയുന്നു. ഇമ്പാക്ട് പ്ലെയർ ആയി ഇപ്പോൾ കളിക്കുമ്പോൾ അത് മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ച് ഒരു വലിയ മികവ് തന്നെയാണ്. ടീമിലെ ഏറ്റവും സീനിയർ താരമായിട്ടും രോഹിത് ശർമ്മ ഫീൽഡിങ്ങിന് ഇറങ്ങാത്തത് ആരാധകരെ നെറ്റിചുളിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ 2025 സീസണിൽ, അതായത് ഈ നിൽക്കുന്ന സീസണിൽ അവസാന ഘട്ടത്തിലേക്ക് അടുക്കവേ രോഹിത് ശർമ്മയെ ഫീൽഡിങ്ങിന് ഇറങ്ങാതെ ഇമ്പാക്ട് പ്ലെയറായി കളിപ്പിക്കുന്നതിന്റെ കാരണം കൂടി വെളിപ്പെടുത്തിയിരിക്കുകയാണ്. മുംബൈ ഇന്ത്യൻസ് പരിശീലകനായ മഹേല ജയവർദ്ധനയാണ് ഇക്കാര്യങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ കളിക്ക് മുൻപ് മാധ്യമങ്ങളോട് സംസാരിക്കവെയായിരുന്നു മുംബൈ ഇന്ത്യൻസ് പരിശീലകൻ വെളിപ്പെടുത്തിയത്. പരിക്കിന്റെ ചെറിയ അസ്വസ്ഥതകൾ ഉള്ളതിനാൽ തന്നെ രോഹിത് ശർമ്മയെ ഇമ്പാക്ട് പ്ലെയറായി മുംബൈ ഇന്ത്യൻസ് കളിപ്പിക്കുന്നതിനെയാണ് മഹേല ജയവർദ്ധന പറയുന്നത്. ചാമ്പ്യൻസ് ട്രോഫി മുതൽ രോഹിത് ശർമ്മ ഇപ്പോൾ തന്നെ അസ്വസ്ഥത ഉണ്ടെന്നും അതിനാലാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നും മുംബൈ ഇന്ത്യൻസ് പരിശീലകൻ വ്യക്തമാക്കി. അതേസമയം രോഹിത്തിന്റെ പരിക്കിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. എന്നാൽ നിലവിൽ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഈ സീസണിലെ ശേഷിക്കുന്ന മത്സരങ്ങളിലും രോഹിത് ഇമ്പാക്ട് പ്ലെയർ ആയിരിക്കുമെന്ന് പറയുന്നു. മുംബൈ ഇന്ത്യൻസിന് വേണ്ടി ഇറങ്ങുക. അതേസമയം IPL 2025 സീസണിൽ നിലവിൽ 3-ാം സ്ഥാനത്താണ് മുംബൈ ഇന്ത്യൻസ് ഉള്ളത്. 11 കളികളിൽ നിന്ന് 14 പോയിന്റാണ് ടീമിന്റെ സമ്പാദ്യം. 7 കളികളിൽ വിജയിച്ച മുംബൈ ഇന്ത്യൻസ് 4 മത്സരങ്ങളിൽ തോറ്റു. പോയിന്റ് പട്ടികയിൽ ആദ്യ 4 സ്ഥാനക്കാരാണ് പ്ലേ ഓഫിലേക്കുള്ള യോഗ്യത നേടുക. ശേഷിക്കുന്ന 3 കളികളിൽ 2 വിജയിക്കാൻ കഴിഞ്ഞാൽ മറ്റു മത്സര ഫലങ്ങളെ ആശ്രയിക്കാതെ പ്ലേ ഓഫ് കാണാൻ അവർക്കാകും. നിലവിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവാണ് IPL പോയിന്റിൽ പട്ടികയിൽ 1-ാമത്. 16 പോയിന്റാണ് അവർക്കുള്ളത്. 11 കളികളിൽ 15 പോയിന്റുമായി പഞ്ചാബ് കിങ്സ് 2-ാമതും ഇവർക്ക് തൊട്ട് പിന്നാലെ തന്നെ ഉണ്ടെന്ന് പറയാം. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ മുംബൈ ഇന്ത്യൻസ് ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസിനെ കൂടി നേടുന്ന കളിയാണ് നടക്കുന്നത്. മുംബൈ വാങ്ഡെ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം തുടങ്ങുക. വിലക്കുമാറിയ ദക്ഷിണാഫ്രിക്കൻ പേസർ കാഗിസോ റബാഡെ ഗുജറാത്ത് ടീമിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. മുംബൈ ഇന്ത്യൻസ് തുടർച്ചയായ 7-ാം ജയം ലക്ഷ്യമിടുമ്പോൾ വാങ്ഡെയിൽ പ്രതീക്ഷിക്കുന്നത് റൺമഴ തന്നെയാണ്. കഴിഞ്ഞ മാസം ബാംഗ്ലൂരിനെതിരായ മത്സരത്തിൽ 430 റൺസ് പിറന്ന അതേ പിച്ചിലാണ് മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടുക. റിയാൻ റിക്കിൾട്ടണും അതുപോലെ രോഹിത് ശർമ്മയും സൂര്യകുമാർ യാദവും ഉൾപ്പെടെയുള്ള ബാറ്റർമാരും ജസ്പ്രീത് ബുംറയും ട്രെന്റ് ബോൾട്ടും നയിക്കുന്ന ബൗളിംഗ് നിരയും ഫോമിലേക്ക് എത്തിയതോടെ മുംബൈ പവർഫുൾ ആയി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും.